ജാസ്മിനോട് മോശമായൊരു ചേഷ്ട കാണിച്ച് ബിഗ് ബോസിൽ നിന്നും പണി വാങ്ങിയിരിക്കുകയാണ് സിബിൻ. രാവിലെ മീറ്റിംഗിനിടയിൽ നടന്ന ഒരു കാര്യമായിരുന്നു ഇത്. ജാൻമണി എല്ലാവരോടുമായി തനിക്ക് ഗൗരവമേറിയ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ സംബോധന ചെയ്യുന്ന ഒരു നമ്പർ ഇവിടെയുള്ള ഒരു മത്സരാർത്ഥി കാണിച്ചു എന്ന് ജാൻമണി പരാമർശിച്ചു. ഇത് തങ്ങളുടെ കമ്മ്യൂണിറ്റിയെ മോശമായി ബാധിക്കുന്ന കാര്യമാണെന്നും ഇത്തരത്തിൽ ആക്ഷേപിക്കരുതെന്നും ഇങ്ങനെയുള്ള പ്രവൃത്തി തുടർന്നും ചെയ്യരുതും എന്നുമാണ് ജാൻമണി ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ആ വ്യക്തിയുടെ പേര് പുറത്തു പറയാൻ ജാൻമണി ആഗ്രഹിച്ചില്ല. താൻ പറഞ്ഞത് ആരോടാണെന്ന് അത് ചെയ്ത ആൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ജാൻമണി പറഞ്ഞത്. ഇത് പറഞ്ഞ് ജാൻമണി അകത്തോട്ട് പോയതും തന്നെയാണ് പറഞ്ഞതെന്നും പറഞ്ഞ് നോറ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. തന്നെ നോക്കിയാണ് ജാൻമണി സംസാരിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇത് താനാണെന്നുള്ള തെറ്റിദ്ധാരണയുണ്ടാവുമെന്നും പറഞ്ഞാണ് നോറയുടെ വഴക്ക്. എന്നാൽ പവർ റൂമിൽ നിന്നും വീണ്ടും വന്ന് ജാൻമണി പറഞ്ഞു താൻ നോറയെ അല്ല ഉദ്ദേശിച്ചതെന്നും താൻ ജാസ്മിനെയും നോക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജാസ്മിനും വഴക്കായി. അങ്ങനെയാണെങ്കിൽ ജാൻമണി ആ വ്യക്തിയുടെ പേര് പറഞ്ഞേ പറ്റൂ. ജാസ്മിനെ നോക്കിയെന്ന് പറഞ്ഞാൽ എന്നെയാണെന്നും ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്ലാരിറ്റി വരുത്തിയേ പറ്റൂ. ഈ വ്യക്തി ആരാണെന്ന് താങ്കൾക്കറിയണം എന്നാണ് ജാസ്മിനും പറഞ്ഞത്. ഈ കാര്യം പറഞ്ഞ് അവിടെ വൻ വഴക്കായിരുന്നു. ഇതിനിടയിൽ സിബിൻ ജാസ്മിനോടായി പറഞ്ഞു, ജാൻമണിക്ക് ആ വ്യക്തിയുടെ പേര് പറയാൻ താല്പര്യമില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഇനി അവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ അവർക്ക് തോന്നുമ്പോൾ അവർ പറയട്ടെ. ഇതിനെ ചൊല്ലി വഴക്കുണ്ടാക്കാതിരിക്കുമോ എന്നാണ് സിബിൻ പറഞ്ഞത്. ഈ സമയം തന്നെ ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. ഇത്തരം സെൻസിറ്റീവ് കണ്ടന്റുകൾ ബിഗ് ബോസ് വീട്ടിൽ പറയാൻ പാടില്ല എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നാണ് ബിഗ് ബോസ് എല്ലാവരോടുമായി ചോദിച്ചത്. ഇത് കുട്ടികളും കുടുംബവും അടങ്ങുന്ന പ്രേക്ഷകർ കാണുന്ന ഷോ ആണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യരുതെന്നും ബിഗ് ബോസ് എല്ലാവർക്കുമായി വാണിംഗ് കൊടുത്തു. ഇത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതിന് മുൻപായാണ് ജാസ്മിനും സിബിനും തമ്മിൽ ചെറിയ വഴക്ക് അവിടെ നടക്കുന്നത്. ജാൻമണിയും ജാസ്മിനും നോറയും തമ്മിലുള്ള വഴക്ക് അവസാനിക്കാനായി സിബിനും ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ജാസ്മിൻ ദേ ഒരു വേസ്റ്റ് അവിടെ കിടന്ന് ചലിക്കുന്നു എന്ന രീതിയിൽ സിബിനോട് പറഞ്ഞു. കളിതുള്ളി നിയന്ത്രണം വിട്ട സിബിൻ ജാസ്മിനോട് മോശമായൊരു ചേഷ്ട കാണിച്ചു. ഇത് ബിഗ് ബോസ് ലൈവിൽ കാണിച്ചിട്ടില്ല. ജാസ്മിൻ ഇത് കണ്ടതും ഉറഞ്ഞുതുള്ളി എഴുന്നേറ്റ് വന്നു. സിബിൻ എന്നോട് മോശമായ ഒരു കാര്യം കാണിച്ചുവെന്നും അഭിഷേക് അത് കണ്ടില്ലേ എന്നും ചോദിച്ചു. അഭിഷേക് അത് കണ്ടു എന്ന് പറയുകയും ചെയ്തു. സിബിൻ തന്റെ പ്രഷർ മൂലം അങ്ങനെ ചെയ്തു പോയതാണെന്ന് ജാസ്മിനോട് പറഞ്ഞു. ഇത് തന്റെ ഭാഗത്തു നിന്നും വന്ന തെറ്റു തന്നെയാണ്. തനിക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല, അത് കാരണം താൻ അങ്ങനെ കാണിച്ചു പോയതാണെന്ന് സിബിൻ അവിടെ കൂടിയിരിക്കുന്നവരോട് എല്ലാവരോടുമായി പറഞ്ഞു. മാത്രമല്ല പബ്ലിക്കായി മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ ജാസ്മിന് അത് അത്ര അങ്ങ് ബോധിച്ചില്ല. തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പബ്ലിക്കായി മാപ്പ് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ സോറി പറച്ചിൽ മുഖവിലേക്ക് എടുക്കാൻ ജാസ്മിൻ തയ്യാറായില്ല. ഇതിനുശേഷം പവർ ടീം സിബിൻ ചെയ്ത തെറ്റിന് അവന് ഒരു ശിക്ഷ കൊടുക്കാൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ബാക്കിയുള്ളവരോടായി പറഞ്ഞു. ഇത് ജാസ്മിനോട് കാണിച്ചു എന്നതിനാൽ ജാസ്മിന് തനിക്ക് ഇഷ്ടമുള്ള ശിക്ഷ സിബിന് നൽകാമെന്നായിരുന്നു പവർ ടീം പറഞ്ഞത്. എന്നാൽ തനിക്ക് സിബിന് യാതൊരു ശിക്ഷയും നൽകാൻ താല്പര്യമില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്ത് താൻ പറഞ്ഞോളാം എന്നും ഈ വിഷയം അവിടെ ചർച്ച ചെയ്യട്ടെ എന്നുമാണ് ജാസ്മിൻ പറഞ്ഞത്. താൻ ചെയ്ത തെറ്റിന് ജാസ്മിനോട് പേഴ്സണലായിട്ട് പോയി സോറി പറയാനും താൻ തയ്യാറാണെന്നും എന്നാൽ ജാസ്മിൻ ഒരിക്കലും അത് അംഗീകരിക്കില്ലെങ്കിൽ പിന്നെ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുമാണ് സിബിൻ പവർ ടീം അംഗങ്ങളോട് പറഞ്ഞത്. ഇനി ഇതിന്റെ പേരിൽ പവർ ടീമിൽ നിന്നും പുറത്താക്കുകയാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് സിബിൻ പറഞ്ഞു. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റ് തന്നെയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നുവെന്നും സിബിൻ പറഞ്ഞു. ഇതിനുശേഷം വീണ്ടും ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. സിബിന് ഒരു താക്കീത് കൊടുക്കുകയും ചെയ്തു. ഇത്തരം മോശം ചേഷ്ടകൾ കാണിക്കുകയോ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ബിഗ് ബോസ് ഷോയ്ക്ക് വിരുദ്ധമാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞു. മാത്രമല്ല ഇക്കാര്യം വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ സിബിനോട് സംസാരിക്കുമെന്നും ബിഗ് ബോസ് പറഞ്ഞു.